ദിലീപിന് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു സിനിമാ നടിയെ ബലാത്സംഗം വരാകുമ്പോൾ ഇവരങ്ങ് ബലാത്സംഗം ചെയ്യാൻ പാടില്ല. അതെന്റെ മനസ്സുകൊണ്ടില്ല. ഇതിന് പല വൃത്തികെട്ടന്മാരെ കാശ് കൊടുത്ത് ബലാത്സംഗം ചെയ്യിക്കുന്നത്. ഞാനതിന് ബാക്കി വിശദാർത്ഥികളേക്ക് ഇപ്പൊ കിടക്കാത്തതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തിൽ എല്ലാ കാര്യവും കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒരു അരമണിക്കൂർ എനിക്ക് ഓർക്കാൻ സമയം എന്താ ബാക്കി വിശദമായിട്ട് ഞാൻ സംസാരിക്കും. 100% ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി സത്യസന്ധമാണ്, ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീകളെ എന്തോ ആകാമെന്നുള്ള സ്ത്രീകൾ ഇറങ്ങി തിരിച്ച് എങ്ങനെ നിൽക്കും? ദിലീപിന്റെ കാര്യത്തിൽ രാത്രി സമയത്ത് 2 മണിക്ക് പി ടി തോമസിന് എന്താ കാര്യം? അയാൾ അങ്ങനെ മോശം സ്വഭാവക്കാരനല്ല. ഇളനീരിൽ നിന്ന് വളർന്നു വന്നവന്. ഞാൻ പറയും മണത്തൊഴിലാളി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വളർന്നു വന്ന ഒരു തൊഴിലാളി അവന്റെ മനസാക്ഷിയുടെ പ്രധാനമാണ്. മനസാക്ഷി വളരെ പ്രധാനപ്പെട്ട അയാളെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ ഉത്തരങ്ങൾ കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കേസാണ് നടിയെ ആക്രമിച്ച കേസ്. വെറും ഒരു ഗുണ്ടാ സംഘത്തിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടുന്ന കേസ്, അതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ആരോപണവുമായിട്ട് നടൻ ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ രംഗത്തെത്തിയതോടെ ഗതി മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും സംഭവങ്ങളുമാണ്. ഒരു കൊട്ടേഷൻ നൽകിയാണ് പീഡനത്തിന് ഈ ഗുണ്ടകളെ ഇറക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. ഇന്നിപ്പോൾ നടൻ ദിലീപിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കോടതി വിധി ഉണ്ടായിരിക്കുന്നു. പക്ഷേ ദിലീപ് അകത്തേക്കോ പുറത്തേക്കോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം അവിടെ ഉണ്ട് എങ്കിൽ പോലും ഇവിടെയുള്ള അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ പൾസർ സുനി എന്ന് പറയുന്ന ക്രിമിനൽ എന്തിനാണ് ഇത്തരത്തിൽ രംഗത്ത് വന്നത് എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ദിലീപ് ഒരിക്കലും ഇത്തരത്തിൽ ചെയ്യുന്ന ഒരാളല്ല, അങ്ങനെയുള്ള ഒരു ആവശ്യം അയാൾക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയാണ് PC ജോർജ്. അദ്ദേഹം തുടക്കം മുതൽ തന്നെ കോടതിയിലേക്ക് ഈ കേസ് എത്തുന്നതിന് മുമ്പ് തന്നെ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള വാക്ക് പറഞ്ഞിരുന്നു. അതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് PC ജോർജ്. ഈ ഒരു വിധി പ്രസ്താവം ഉണ്ടായതിനു ശേഷം ഇപ്പോഴിതാ മലയാളി വാർത്തയോട് PC ജോർജ് പ്രതികരിക്കുകയാണ്. തുടക്കത്തിൽ, അതായത് ഈ ഒരു കേസിന്റെ വിധി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോടതിയിൽ ഇതൊരു പരിഗണന വരുന്നതിന് മുമ്പ് തന്നെ സാറ് ദിലീപിനൊപ്പം നിന്നിട്ടുള്ള ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ കേട്ടു. ഇന്നിപ്പോ 8 വർഷങ്ങൾക്ക് ശേഷം ദിലീപിന്റെ കേസിൽ വിധി വരുന്നു. ദിലീപ് രക്ഷപ്പെടുന്ന തരത്തിൽ ആണ് വിധി വന്നിരിക്കുന്നത്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി വന്നിരിക്കുന്നു. സർ, എന്ത് തോന്നുന്നു ഈ ഒരു വിധി കൂടെ കേൾക്കുമ്പോൾ? ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മാന്യതയിലും അതിന്റെ ശക്തമായ ഇടപെടലും എനിക്ക് വിശ്വാസം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ബിഗിനിങ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ദിലീപ് നിരപരാധിയാണ്. ദിലീപ് നിരപരാധിയാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇതുപോലെ തന്നെയായിരുന്നു ഫ്രാങ്കോ മെത്രാന്റെ. ഫ്രാങ്കോ നാന്യാണോ ഇല്ല എന്നുള്ളതല്ല, അയാളെ പറ്റി ഇന്നും എനിക്ക് ബഹുമാനമൊന്നും എനിക്കില്ല. പക്ഷെ ഈ സ്ത്രീകളെ എന്തോ ആകാമെന്നുള്ള സ്ത്രീകൾ ഇറങ്ങി തിരിച്ച് എങ്ങനെ നിൽക്കും? ദിലീപിന്റെ കാര്യത്തിൽ രാത്രി സമയത്ത് 2 മണിക്ക് പി ടി തോമസിന് എന്താ കാര്യം? പി ടി തോമസ് MLA എനിക്ക് ബഹുമാനവും സ്നേഹം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തെ ഭാര്യയോട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ 2 മണിക്ക് എങ്ങനെയാണ് ഈ സ്ത്രീ അവിടെ ചെന്നത് തന്നെ അറിയണ്ടേ? അത് 1 മണിക്കാണോ ഈ ബലാത്സംഗം നടന്നത്? ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത ഓരോ മാന്യമായ വ്യക്തികളെ നശിപ്പിക്കാനുള്ള ലക്ഷ്യത്തോട് ചെയ്യുന്ന കേസുകളാണ്. ഈ ദിലീപ് എന്ന് പറഞ്ഞാൽ എനിക്ക് ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ, വെറും മണൽവാര തൊഴിലാളിയായിരുന്ന ഒരു പാവപ്പെട്ട തൊഴിലാളി സിനിമയിൽ വളർന്ന് അന്തരിച്ച് കേരളത്തിൽ ഏറ്റവും വലിയ നടനായി മാറി. എല്ലാവർക്കും കുശുമ്പായി, എനിക്ക് സ്നേഹമായി. അതാണ് നമ്മുടെ വ്യത്യാസം. ദിലീപ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും കൂട്ടുനിൽക്കുക ശരിയല്ല എന്നെ മനസ്സാക്ഷി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ലൈൻ സ്വീകരിച്ച് ഇപ്പോഴും ആ തരത്തിലാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടായതിൽ എന്റെ മനസ്സിന്റെ സന്തോഷവും ആഘോഷവും പരസ്യമായി പ്രകടിപ്പിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും സാർ ഇതിൽ ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത്. അതായത് ദിലീപ് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് സാർ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? അതായത് ദിലീപ് ഇങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് സാറിന് അത്രയും ബോധ്യമുണ്ടാകാനുള്ള ഒരു അടിസ്ഥാനം? ഞാൻ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ദിലീപിനെ നല്ലോണം അറിയും. അയാൾ അങ്ങനെ മോശം സ്വഭാവക്കാരനല്ല. ഇളനീരിൽ നിന്ന് വളർന്നു വന്നവന്. ഞാൻ പറയും മണത്തൊഴിലാളി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വളർന്നു വന്ന ഒരു തൊഴിലാളി അവന്റെ മനസാക്ഷിയുടെ പ്രധാനമാണ്. മനസാക്ഷി വളരെ പ്രധാനപ്പെട്ട അയാളെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് അയാൾ ചെയ്തില്ല എന്നെ മനസാക്ഷി പറഞ്ഞു. ഞാൻ ഒരു വേറെ തെളിവല്ല, എന്റെ മനസാക്ഷി ഞാൻ വിശദമായിട്ട് ചിന്തിച്ചപ്പോൾ ഒരിക്കലും അയാൾ ചെയ്യാൻ സാധ്യതയില്ല. ആ വിശ്വാസമാണ് എന്നെ ഉറപ്പിച്ചു നിർത്തുക, അല്ലാതെ ഒരു കാര്യമില്ല.
ഈ കേസില് ഇപ്പോ കോടതി മാധ്യമങ്ങളടക്കം ഇടപെടുന്നതിൽ നിയന്ത്രണം വരുത്തിയ സമയത്ത് പോലും റിപ്പോർട്ടർ TV ഇതിന്റെ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അതായത് ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയുമായിട്ട് റിപ്പോർട്ടറിലെ ചില മാധ്യമ പ്രവർത്തകർ ഒളിക്യാമറ വെച്ചിട്ട് അവർ സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്നു. അതിന്റെ കുറെ വീഡിയോകൾ പുറത്തുവിടുന്ന സംപ്രേഷണം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. ഇന്നിപ്പോ ദിലീപ് കോടതിക്ക് പുറത്തു വന്നതിന് ശേഷം ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ ഈ ഒരു കേസിൽ വളരെ നിർണായകമായിരുന്നു എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അതായത് ഞാനേ എന്റെ ഒരു മാനസികത എന്താന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും ദിലീപ് അതിനകത്ത് കുറ്റക്കാരനാകാൻ സാധ്യതയില്ലാത്ത പറയാൻ കാരണം പൾസർ സുനി എന്ന് പറഞ്ഞതിന് എല്ലായിടത്തും ഇവിടെ എത്ര ബലാത്സംഗ കേസ് നടത്തിയിട്ടുള്ളവനെ അവൻ കാണിക്കുക എല്ലാ വൃത്തികേടിനും ഏതൊക്കെ ഒരു സിനിമ നടനെ പ്രതിയാക്കുന്നത് എന്താ ന്യായീകരണം? ഞാൻ അന്ന് അതാ പറഞ്ഞത്. ഞാൻ വളരെ വിശദമായി ഒരു ചെറിയ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ എനിക്ക് ദിലീപ് നിരപരാധിയാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്ന് വരെ എന്നെ നിരീക്ഷണത്തിൽ വന്ന് കാര്യങ്ങൾ തെറ്റിയിട്ടില്ലെന്ന് 100 കണക്ക് ഉദാഹരണം എനിക്ക് പറയാൻ കഴിയും. ഇപ്പോഴും ഞാൻ പറയുന്നു ദിലീപ് അതിനകത്ത് നിരപരാധിയാണ്. അതായത് ദിലീപിന് അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? ഒരു സിനിമാ നടിയെ ബലാത്സംഗം വരാകുമ്പോൾ ഇവരങ്ങ് ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല. അതെന്റെ മനസ്സുകൊണ്ടില്ല. ഇതിന് പല വൃത്തികെട്ടന്മാരെ കാശ് കൊടുത്ത് ബലാത്സംഗം ചെയ്യിക്കുന്നത്. ഞാനതിന് ബാക്കി വിശദാർത്ഥികളേക്ക് ഇപ്പൊ കിടക്കാത്തതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തിൽ എല്ലാ കാര്യവും കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒരു അരമണിക്കൂർ എനിക്ക് ഓർക്കാൻ സമയം എന്താ ബാക്കി വിശദമായിട്ട് ഞാൻ സംസാരിക്കും. 100% ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി സത്യസന്ധമാണ്, ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായകമായിട്ടുള്ള വിധിയാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. കേസിലെ 8ാം പ്രതിയായ നടൻ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരനെന്നും കോടതി വിധിച്ചിരിക്കുന്നു. വിധി പ്രഖ്യാപിക്കാനിരിക്കെ എറണാകുളം പ്രിൻസിപ്പൽ കോടതി പരിസരത്ത് കനത്ത സുരക്ഷയൊരുക്കിയായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. എറണാകുളം സെഷൻസ് സെൻട്രൽ AC രാജ്കുമാർ അടക്കമുള്ള മുഴുവൻ പോലീസ് സന്നാഹങ്ങളും ഉദ്യോഗസ്ഥരും കോടതിയിലെത്തി വളരെ ആശങ്കാകുലമായിട്ടുള്ള സമയത്തിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം നിർണായകമായിട്ടുള്ളൊരു കേസാണ്. 8 വർഷത്തോളം വിധി കാത്തിരിക്കുന്ന ഒരു കേസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കേസായതുകൊണ്ട് തന്നെ ഇതിന്റെ തീവ്രത അത്രമാത്രം വലുതാണ്. തുടക്കത്തിൽ ഗുണ്ടാ സംഘങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകേണ്ടുന്ന കേസായിരുന്നു എങ്കിലും ഇതിന്റെ ഗതി മാറുന്നത് ദിലീപിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത് പ്രധാനമായിട്ടും അവരുടെ ആദ്യ ഭാര്യയിൽ നിന്ന് തന്നെയാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ടായിരുന്നു. ക്രിമിനൽ ഗൂഢാലോചന ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് ദിലീപിന്റെ ആദ്യ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരായിരുന്നു. ഇതിനിടെയാണ് ദിലീപ് നൽകിയ പരാതി അന്വേഷണ സംഘത്തിന് പിടിവള്ളിയായി മാറുന്നത്. ഇതോടെ അന്വേഷണം അതിവേഗം നീളുകയും ദിലീപ് അറസ്റ്റിലാകുകയും ചെയ്തു. എന്നാൽ ഈ കേസിൽ അറസ്റ്റിലായ ആദ്യത്തെ വ്യക്തി ദിലീപ് അല്ല എന്നത് തന്നെയാണ് കേസിന്റെ പ്രധാനപ്പെട്ട വിഷയം. 1ാം പ്രതിയായി രേഖപ്പെടുത്തിയിട്ടുള്ള പൾസർ സുനിയും കേസിൽ മൊത്തം 10 പ്രതികളും അടക്കം വളരെ നിർണായകമായിട്ടുള്ള ഒരു കേസ്. മറ്റു ചിലരെ കൂടി പ്രതി ചേർത്തിരുന്നു എങ്കിലും പിന്നീട് അവിടെ ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. കേസിലെ പ്രതികളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് 2017 ഫെബ്രുവരി 17 രാത്രി കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ ആയിരുന്നു ആദ്യ അറസ്റ്റ്. നടിയുടെ വാഹനം ഓടിച്ചിരുന്ന മാർട്ടിനാണ് അറസ്റ്റിലായത്. ഇയാൾ കേസിൽ 2ാം പ്രതിയാണ്. നടിയുടെ നീക്കങ്ങൾ അക്രമികളെ അറിയിച്ചത് ഇയാൾ എന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. 5 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യമാണ് ഇയാൾക്ക് ലഭിച്ചത്. കേസിൽ 1ാം പ്രതിയാണ് പൾസർ സുനി. പെരുമ്പാവൂരിനടുത്താണ് ഇയാളുടെ സ്വദേശം. പൾസർ ബൈക്കിനോടുള്ള ഇഷ്ടമാണ് ഇയാൾക്ക് പൾസർ സുനി എന്ന പേര് വരാൻ പോലും കാരണം. കൊട്ടേഷൻ സംഘങ്ങളിലും മറ്റും അംഗമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന ഒരാളാണ് ഇയാൾ എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയിൽ കീഴടങ്ങാൻ എത്തിയത് പൾസർ ബൈക്കിലാണ് എന്നതുകൂടെ ഈ പൾസർ സുനിയുടെ വാർത്തകൾക്ക് ഇടം പിടിക്കാൻ പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. കോടതിയിൽ വെച്ച് ബലമായി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ചെയ്തത്. ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ് 8ാം പ്രതിയായിരുന്നു. തമ്മനം മണി എന്ന മണികണ്ഠനാണ് കേസിലെ 3ാം പ്രതിയായിരുന്നത്. നടി ആക്രമിക്കപ്പെടുമ്പോൾ വാഹനത്തിൽ മണിയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സംഭവം നടന്ന 3ാം ദിവസം പാലക്കാട് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. മറ്റ് പല കേസുകളിലും ഇയാളും പ്രതിയാണ്. അടുത്തിടെ ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ തുടർന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരാൾ കൂടെയാണ് മണികണ്ഠൻ. അത്തരത്തിൽ ഒരുപാട് പേർ ചേർന്ന് ഉള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നിരിക്കുന്ന ഒരു അതിക്രമം നടൻ ദിലീപിന്റെ കുടുംബജീവിതത്തിൽ ഈ അതിജീവിത ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ നടൻ
ദിലീപും കാവ്യ മാധവനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ അതിജീവിതയാണ് മഞ്ജു വാര്യരോട് വെളിപ്പെടുത്തുന്നത് എന്നും അതിന്റെ ദേഷ്യത്തിലാണ് ദിലീപ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തുന്നത് എന്നൊക്കെയായിരുന്നു ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഈ കേസിന്റെ ഗതി മാറുകയാണ്. അല്ലെങ്കിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിലാണ് കോടതി വിധി വന്നിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്ന് ദിലീപ് നടത്തുകയും ചെയ്തു. അതായത് ഇത്രയും നാൾ ഇതൊരു കൊട്ടേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിച്ച് ചീന്തിയ മാധ്യമങ്ങളാണ്, അതുപോലെ തന്നെ ഒരുപാട് പേർ തന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ കൊട്ടേഷൻ തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ നടിക്കെതിരെ മാത്രമുള്ളൊരു കൊട്ടേഷനല്ല, മറിച്ച് തൻ്റെ കരിയറിനെ, അതായത് ദിലീപ് എന്ന് പറയുന്ന ആ മഹാനടനെ നശിപ്പിക്കാനുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേസാണ് ഇത് എന്നുള്ളതാണ് ഇന്ന് ദിലീപ് പറയുന്നത്. എന്തായാലും ദിലീപും അതുപോലെ തന്നെ അതിജീവിതയും നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കോടതി നടപടികളിലേക്ക് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു വിധിയിലേക്കാണ് ഇന്നിപ്പോൾ കോടതി എത്തിയിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ വയ്യ.